എൻ്റെ കഥ പ്രകാശത്തിൻ്റെ കഥയാണ്. എൻ്റെ കഥയുടെ പേര് അണയാത്ത വിളക്ക്. അവളുടെ വിളക്ക് രാത്രിയിൽ വിട്ടുപോയില്ല. ആരാണവൾ? അവൾ എൻ്റെ കഥാനായിക യേശുവിനാണ് മറിയ. കൂലിവീട്ടുകൾക്ക് അവളുടെ വിളക്കിലേക്ക് എടുത്തുവാൻ സാധ്യമായില്ല. ഏതാണ് ആ വിളക്ക്? കിഴക്കേ ദിക്കിൽ ഉദിച്ചുയരുന്ന സൂര്യൻ, പടിഞ്ഞാറ് മറയുന്നു സൂര്യൻ, ബെത്ലഹേമിൽ ഉദിച്ചുയരുന്ന സൂര്യൻ, ഗോൽഗോഥായിൽ മറയുന്നു സൂര്യൻ. എന്ത്? ആ സൂര്യൻ അസ്തമിച്ചല്ലോ? ഇല്ല, ആ സൂര്യൻ അസ്തമിച്ചിട്ടില്ല. എന്നാൽ ആ ദിനങ്ങൾക്കാത് എണ്ണി എണ്ണി കഴിയുന്ന ഒരു കൂട്ടം ജനങ്ങൾ, ഹെരോദാവ്, മഹാപുരോഹിതന്മാർ, യൂദാസ്, ഇസ്കറിയോത്ത് യൂദാസ്, വെള്ളി നാണയങ്ങൾ എണ്ണി എണ്ണി കൈവച്ചിരിക്കുകയാണ്. നാണയങ്ങൾ, വെള്ളി നാണയങ്ങൾ, അതെ, ഒരു മനുഷ്യനാണ്. രക്തത്തിന്റെ വില. ഒറ്റ ചുമലത്താൽ അടയുന്ന ആ വിളക്ക്. ചുംബനം, വെള്ളിവില ചുംബനം, സ്നേഹം ചുടുമൊരു ചുംബനം, സ്ഥാനം ചുടുമൊരു ചുംബനം, ഒരാളിവില ചുംബനം, ചുംബനം, വെള്ളിവില ചുംബനം. യൂദാസിന്റെ ഒരൊറ്റ ചുംബനത്താൽ ഇന്ന് ആ വിളക്കണയും. ആരവിടെ? ഒരുക്കങ്ങൾ വേഗത്തിലാകട്ടെ, അങ്ങോട്ടേക്ക് പോയിക്കൊള്ളൂ. യൂദാസ് കാലുകൾ മെല്ലെ മുൻപോട്ട് വെച്ചു. മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന യേശുവിനെ തലകൾ ഉയർത്തി. യൂദാസ് യേശുവിനെ ചുംബിച്ചു. പുഷ്പം പോലെ ലോകത്തിന്റെ വെളിച്ചം ആ ചതിയന്മാരുടെ കൈകളിൽ ഒതുങ്ങി. ഹെരോദാവ്, മഹാപുരോഹിതന്മാർ ആഹ്ലാദത്തിൽ ആരാടി. പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കപ്പെടുന്നതിനായി വിട്ടുകൊടുത്തു. യേശുവിനെ പരപുരുഷൻ തോന്നി. അതാ ഗോൽഗോഥായിലേക്ക്, കൊലക്കളത്തിലേക്ക്
നിഷ്കളങ്കത തോന്നുന്ന ആ ചെറു ചുവടുകളിൽ നിന്ന് ഭക്തിയുടെ രോധനങ്ങൾ. വാവേ വാവാ ഒന്ന് കരയില്ലേ, മഹാരാജാവിന്റെ ഉറക്കം കെടുത്തിയത്. ബേത്ലഹേമിൽ ഒരു ദിവ്യശിശു പിറന്നിരിക്കുന്നു. അവൻ വളർന്നു വന്നാൽ ഇല്ല, അവൻ വളരുവാൻ പാടില്ല. ആരവിടെ? ബേത്ലഹേമിലും പരിസരത്തുമുള്ള 2 വയസ്സിന് താഴെയുള്ള സകല ആൺകുട്ടികളെ നിഷ്കരുണം നിഗ്രഹിക്കും. ഇത് രാജകൽപ്പനയാകുന്നു, വേഗത്തിലാകട്ടെ. ഉത്തരവ് കേട്ടതും രാജവിഗ്രഹന്മാർ ആയുധങ്ങളുമായി പാലോടി. ആ രാത്രി തേജോമയനായ ദൈവം യോസേഫിന് പ്രത്യക്ഷപ്പെട്ടു. ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. ആകയാൽ നീ എഴുന്നേറ്റ് ശിശുവിനെ മാതാവിനെ കൂട്ടി ഈജിപ്തിലേക്ക് രക്ഷപ്പെടുക. ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ തുനിഞ്ഞവന് മഹാകഷ്ടം. ഹെരോദാ മഹാരാജാവിന്റെ കഷ്ടകാലം അവിടെ അതാ ആരംഭിച്ചു. താൻ ചെയ്തു കൂട്ടിയ കൊടും ക്രൂര കൃത്യങ്ങൾ തന്നെ വേട്ടയാടുവാൻ തുടങ്ങി. ഒരു വിരൂപനെ പോലെ തന്നെ താൻ വികൃതനാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും താൻ അലഞ്ഞു. ഹെരോദാ മഹാരാജാവിന്റെ അന്ത്യം അവിടെ അതാ കുറിച്ചു. വീണ്ടും യോസേഫിന് ദൈവപ്രത്യക്ഷതയുണ്ടായി. നീ എഴുന്നേറ്റ് ശിശുവിനെ കൂട്ടി നസ്രയത്തിലേക്ക് പോയിക്കൊള്ളാം. ശിശുവിനെ കാണാൻ വരുത്തുവാൻ തുനിഞ്ഞവൻ ഇന്ന് ജീവന്റെ ശേഷിക്കുന്നില്ല. അന്നൊരിക്കൽ ശിശുവിന് 12 വയസ്സുള്ളപ്പോൾ അവനെ കാണാതെയായി. 3 നാൾ അവനെ അന്വേഷിച്ച് നടന്നു. അവനാകട്ടെ മഹാപുരോഹിതന്മാരുടെ ന്യായശാസ്ത്രന്മാരുടെ നടുവിലിരിക്കുന്നു. വൻ കാര്യങ്ങളെയാണ് പ്രസ്താവിച്ചത്. എല്ലാ കണ്ണുകളും വിസ്മയപൂർവ്വം അവനെ നോക്കിയിരുന്നു. കാലാവൻ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീണാക്കി. അവിടെ തുടങ്ങി അത്ഭുതങ്ങളുടെ പരമ്പര. രോഗികളെ സൗഖ്യമാക്കുന്നു, മുടക്കാൻ നടക്കുന്നു. എന്തിനേറെ ബഹുപുരുഷാരം അവന്റെ പിന്നാലെ. അവൻ ലോകത്തിന്റെ വെളിച്ചമായിരുന്നു. അവന്റെ ജീവൻ അനേകരെ ജീവിപ്പിച്ചു. ആ ജീവൻ വെളിച്ചമായിരുന്നു. ആർക്കും ഒരിടത്തിനും കീഴടക്കുവാൻ കഴിയാത്ത വെളിച്ചം. പുരുഷാരത്തിന് ആരോഹണം കേട്ടവൾ ഞെട്ടിയുണർന്നു. ലോകത്തിന്റെ പാപം പേറി പാപമില്ലാത്തവൻ അതാ വേച്ച് വേച്ച് മരക്കുരിശുമായി കൊലക്കളത്തിലേക്ക്. കുരിശുമരം ഉയരുകയായി.
എങ്ങും ഭീകരമായ അന്ധകാരം വ്യാപരിച്ചു. ആ അസ്തമനം കൊതിച്ചിരക്കുന്ന ആളുകൾ പൊട്ടിയാർത്തി. എന്നാൽ നിങ്ങൾ കാണുന്നില്ലേ, ഹെരോദാവിന്റെ മഹാപുരോഹിതന്മാരുടെ മുഖത്ത് ഒരു അമ്പലത്ത്. ആ ചടിയെ ജീവിച്ചിരുന്നപ്പോൾ 3 നാളിന് ശേഷം ഉയരത്തിലെത്തുമെന്ന് പറഞ്ഞിരുന്നു. അരുത്, അത് സംഭവിച്ചുകൂടാ, അത് അനുവദിച്ചുകൂടാ. ആരെവിടെ? കലർവാതിൽക്കൽ കരുത്ത കാവൽപ്പട്ടാളത്തെ ഏർപ്പാടാക്കൂ. കലർവാതിൽ സുരക്ഷിതമാക്കൂ. റോമൻ ഇംപീരിയൽ മുദ്രയുള്ള ഒരു വലിയ കല്ല് അവർ കലർവാതിൽക്കൽ ഉരുട്ടിവെച്ചു. 2-ാം ദിവസം അവസാനിക്കാറായി. എങ്ങും ഭീകരമായ ഒരു നിശബ്ദത. പട്ടാളക്കാരുടെ കാലച്ച് മാത്രം മാറ്റൊരു കൊണ്ടു. പെട്ടെന്ന് ഒരു ഭൂകമ്പം, കണ്ണിൽ ചിന്തിക്കുന്ന പ്രകാശം. ആ പ്രകാശം അവിടേക്ക് ആഞ്ഞുപതിച്ചു. അതാ വെള്ളവസ്ത്രധാരിയായ ഒരു പുരുഷൻ ദൈവദൂതൻ കലർവാതിൽക്കൽ പ്രത്യക്ഷനായി. റോമൻ ഇംപീരിയൽ മുദ്രയുള്ള ആ വലിയ കല്ല് അവൻ തള്ളി വീഴ്ത്തി. ഉയരുകയാണ്. യേശുവിന്റെ ശരീരം ഉയരുകയാണ്. പാപത്തെയും മരണത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് യേശുക്രിസ്തു അതാ ഉയർത്തെഴുന്നേറ്റു. ആ ദിവ്യ വെളിച്ചം തന്റെ ജനത്തിന്റെ നടുവിലേക്ക് പ്രത്യക്ഷപ്പെട്ടു.